ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് ദോശയുടെയും ഇഡലിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായ കിടിലൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ചമ്മന്തിക്കായിട്ട് ഒരു 1/4 കപ്പ് ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങൾ അല്ലെങ്കിൽ 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതെടുക്കാം. പിന്നെ ഒരു 2-3 ചെറിയുള്ളിയും ഒരു 3-4 പച്ചമുളകും എടുക്കാം. ഇതൊരുവിധം നല്ല എരിവുള്ള ഒരു ചമ്മന്തിയാണ്. എരിവ് കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. ഇനി ഇതെല്ലാം ഒരു മിക്സി ജാറിലോട്ട് മാറ്റാം. 2-3 കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഈ ചമ്മന്തി ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഈ ചമ്മന്തി നമുക്ക് വെളിച്ചെണ്ണയിൽ താളിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല എരിവും തേങ്ങയുടെ ഫ്രഷ് ടേസ്റ്റുമുള്ള ഒരു കിഡിലൻ ചമ്മന്തിയാണിത്. ഈ ചമ്മന്തി കൂട്ടി ദോശയും ഇഡലിയും കഴിച്ചു കഴിഞ്ഞൊരു ചൂടുള്ള ചായയോ കാപ്പിയോ കുടിക്കുമ്പം അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. തീർച്ചയായും ഈ ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.